ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന 150 ടോപ്പിക്സിന്റെ ഒരു സീരീസ് ആണ് ഇത്. നമ്മുടെ വരാൻ പോകുന്ന LDC LGS എക്സാമിനേഷന് യൂസ്ഫുൾ ആണ്. LDCക്ക് ആണെങ്കിലും LGSനാണെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്ന് PSC ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈവൻ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും നമ്മൾ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പൊ PSCയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മളോട് പ്രസ്താവനയും ചോദിക്കാറുണ്ട്, അല്ലാതെ പണ്ട് ചോദിച്ചിരുന്നത് പോലെ ക്വസ്റ്റ്യൻ തന്നു 4 ഓപ്ഷൻ തന്നു ചോദിക്കുന്ന രീതിയും ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പം നമ്മൾ ഈ SCRT പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ പ്രസ്താവന കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് SCRT പുസ്തകം ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ SCRT പുസ്തകം അതുപോലെ തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അത് എന്താ പറയുക, അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ്. കാരണം പ്രസ്താവന നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. ഇനിയിപ്പം ഈ പ്രസ്താവന പഠിക്കുന്നതിന് കുത്തിയിരുന്ന് SCRT വായിക്കണമെന്നൊന്നുമില്ല. ഒരു വട്ടം വായിച്ചു, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നും കൂടി വായിച്ചു, പിന്നെ ഒന്നുകൂടിയൊക്കെ വായിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം ബൈഹാർട്ട് ചെയ്യേണ്ട. വായിച്ചു വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഈ ഒരു പോയിന്റ് കാണുമ്പം ശരിയാണ്, ഇത് ഞാൻ പഠിച്ചതാണ്, അതിലുണ്ടായിരുന്നതാണ് എന്ന് നമുക്ക് വ്യക്തമായൊരു ബോധം കിട്ടണം. അല്ലാതെ ഇപ്പം ഇരുന്ന് അവസാന മുഹൂർത്തത്തിൽ ഫുൾ ഇരുന്ന് വായിച്ച് പഠിക്കുക എന്ന് പറയുന്നതും അത് മെമ്മറിയിൽ നിലനിർത്തുക എന്ന് പറയുന്നതും, പ്രത്യേകിച്ച് കുറേ നാളുകളായിട്ട് പഠിത്തമൊക്കെ വിട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക അക്കാഡമിക് സ്റ്റഡി എല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞായിരിക്കും PSCക്ക് കുറേ പേര് ട്രൈ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് SCRT പഠിക്കാൻ പറയുമ്പോൾ SCRT വായിക്കുക, പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ജസ്റ്റ് ആ ഭാഗം ഒന്ന് വായിക്കുക, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് വായിക്കുമ്പോഴത്തേക്കും മെമ്മറിയിൽ ഉണ്ടാവും. ആരും ബുദ്ധിയും ബോധം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ, അത്യാവശ്യം കാര്യങ്ങൾക്കുള്ള ബുദ്ധിയും ബോധമൊക്കെ നമുക്കില്ലേ. അപ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ ഇരുന്നോളും. അപ്പോൾ അതോർത്ത് ടെൻഷൻ ആവണ്ട. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒന്ന് SCRT ഭാഗത്തു നിന്നുള്ള ഒരു പ്രസക്ത ഭാഗമാണ്. 150 ടോപ്പിക്സ് നിങ്ങൾക്കറിയാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് അല്ലേ. ഹോട്ട് ടോപ്പിക്സ്, എക്സാമിന് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ 150 ടോപ്പിക്സ് ഉൾപ്പെടുത്തി തരുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഞാൻ മറ്റൊരു കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ചിലരൊക്കെ നമ്മുടെ വീഡിയോസ് ലേറ്റ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് എൻക്വയറി വരുന്നുണ്ട്, മിസ്സേ ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ എനിക്ക് എന്താ പറയണേ, ഇപ്പം ഞാൻ ഒരുപക്ഷെ എന്നേക്കാൾ പ്രായത്തിൽ മൂത്തവരുണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാരോ അനിയന്മാരോ ഒക്കെ ആവാൻ പ്രായമുള്ളവരോ അല്ലെങ്കിൽ എൻ്റെ സമപ്രായക്കാരോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ പലരും. അപ്പം എനിക്കൊരു കുട്ടിയെ പോലെ ഫീൽ ചെയ്യുന്നത്, എല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് ആണെന്നുള്ള ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ആ കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പ് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ LDCക്ക് റിവിഷൻ കോഴ്സ് ആണെങ്കിൽ വേണ്ടതെങ്കിൽ LDC റിവിഷൻ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ താഴെ കൂപ്പൺ കോഡ് കാണാം. കൂപ്പൺ കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് തൊട്ട് താഴെ I am interested എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നേരെ വാട്സപ്പിലാണ് പോകുന്നത്, ബൈ നൗ ഓപ്ഷൻ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റിവിഷൻ ക്ലാസ് LGS ആണെങ്കിലും ഇങ്ങനെ LGS റിവിഷൻ കോഴ്സ് അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ പറഞ്ഞ രീതിയിലെല്ലാം കാര്യങ്ങൾ പോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് നിങ്ങൾ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കണം എന്നില്ല ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. റിവിഷൻ ക്ലാസ്സിൽ സിലബസ് വൈസ് റിവിഷനാണ്. ചുമ്മാതെ ഇപ്പോൾ റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത പിള്ളേരുണ്ടെങ്കിൽ റിവിഷൻ ക്ലാസ്സിനെ കുറിച്ച് അവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിള്ളേർക്ക് മനസ്സിലാവുമല്ലോ എന്താണെന്നുള്ളത്. നമ്മൾ ചുമ്മാ അങ്ങ് റിവൈസ് ചെയ്ത് പോകില്ല, ഫുള്ളായിട്ട് പഠിപ്പിച്ച് തന്നെ പോകുന്ന മെത്തേഡാണ്. റിവിഷൻ ആയതുകൊണ്ട് അതിനനുസരിച്ച് സ്പീഡ് കൂടുതലായിരിക്കും ആ പഠിച്ചു പോകുന്നതിന്. അപ്പോൾ ഇതുവരെ PSC ഇനിയും പരീക്ഷയ്ക്ക് LDCക്കോ LGSനോ പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാം. നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞവർക്ക് റിവിഷന് വേണ്ടി ജോയിൻ ചെയ്യാം. ഇത്രയും ലോ ഫീലാണ് നമ്മൾ കൊടുക്കുന്നത്. LDCയുടെ റിവിഷൻ ക്ലാസ്സിനും LGSനും കൂപ്പൺ കോഡുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ ആപ്പ് ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഐഫോണിൽ ഇത് അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ, SCRT ബേസ് ചെയ്തിട്ടുള്ള 150 ടോപ്പിക്സിൻ്റെ സീരീസ് ആണ്. അതിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ SCRT ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ വേൾഡ് ബാങ്കും IMFും. ഇതാണ് വളരെ കുറച്ച് SCRT കൊടുത്തിട്ടുള്ളൂ. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭാഗത്തു നിന്നാണ് ഇവിടുന്ന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചത്. പ്രസ്താവനയ്ക്കുള്ളൊരു വകുപ്പും അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് SCRT പുസ്തകത്തിലേക്ക് പോകാം. ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നു. അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മളോട് PSC വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്, വിത്ത് ഡേറ്റും ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കണം, 1995 ജനുവരി 1-നാണ് എന്ത് വന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് എന്ന് ഓർത്തിരിക്കുക. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാ, പലതവണ ചോദിച്ചിട്ടുണ്ട്, ജനീവ. ഈ 2 പോയിന്റ് ഇവിടുന്ന് പഠിക്കണം. 1995 ജനുവരി 1-ന് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്, ജനീവ. ഈ സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. എന്ന് പറഞ്ഞാൽ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നപ്പോൾ തന്നെ ഇന്ത്യ എന്തായി, അതിൽ അംഗമാണ് എന്നല്ല മനസ്സിലാക്കേണ്ടത്. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായ വർഷം എന്നത് 1995 അല്ലെ. അപ്പൊ 1995 ജനുവരി 1-ന് ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നു. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായ വർഷം 1995. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. 3 പോയിന്റ് കിട്ടിയല്ലോ. 2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 161 രാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയിൽ അംഗങ്ങളാണ്. റൈറ്റ് സൈഡില് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നിട്ടൊരു ബോക്സ് ഉണ്ട്. അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ലോക വ്യാപാര സംഘടനയുടെ ചിഹ്നമാണ് കേട്ടോ. ഞാൻ അതിനകത്ത് യെല്ലോ കളർ അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ലോക വ്യാപാര സംഘടനയുടെ ചിഹ്നമാണ് ഈ തന്നിരിക്കുന്നത്. ചിഹ്നത്തിലെ കളറുകൾ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്, ചുവപ്പ്, നീല, പച്ച. ഈ 3 കളറും ഓർത്തു വെച്ചേക്കണം. ചുവപ്പ്, നീല, പച്ച എന്നിങ്ങനെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ വ്യാപാര സംഘടനയുടെ ചിഹ്നത്തിലെ കളറ് എന്നുള്ളത് ഓർക്കുക. ഇനി ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആഗോള വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി. ഇത് നമ്മളോട് പ്രസ്താവനയായിട്ട് PSCക്ക് ചോദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പൊ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതോടുകൂടി ആഗോള വ്യാപാര രംഗം, അതായത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിലെ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി. ഈ സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാന നിർദ്ദേശങ്ങളാണിത്. ഇതൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക, സബ്സിഡികൾ കുറയ്ക്കുക, പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക. പേറ്റന്റ് എന്താണെന്ന് പറയാം. സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ, ടെലികോം, ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപം അനുവദിക്കുക. ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്ക് നൽകുക. ഈ നയങ്ങളെല്ലാം തന്നെ ഉദാരവൽക്കരണത്തെയും ആഗോളവൽക്കരണത്തെയും ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ലോക വ്യാപാര സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളുണ്ട്. അതിലെ നിർദ്ദേശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക, സബ്സിഡികൾ കുറയ്ക്കുക, പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക, സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ, ടെലികോം, ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപം അനുവദിക്കുക. ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്ക് നൽകുക. നെക്സ്റ്റ്, ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും 1944 ബ്രെട്ടൺ വുഡ്സ്, അതായത് അമേരിക്കയിലാണ്, സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത്. PSC നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്, ട്വിൻസ്, ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന ആരാണ്? ലോക ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF, അതും അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധിയുമാണ് ബ്രെട്ടൺ വുഡ് ട്വിൻസ് അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ 1944 ബ്രെട്ടൺ വുഡ് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും. വാഷിംഗ്ടൺ ആണ് ഇവയുടെ ആസ്ഥാനം. PSC ചോദിച്ചിട്ടുണ്ട്, ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ. സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യങ്ങൾ സഹായത്തിനായി പലപ്പോഴും ഈ സ്ഥാപനങ്ങളെ സമീപിക്കുന്നു. വായ്പ ലഭിക്കുന്നതിനായി അവർ നിർദ്ദേശിക്കുന്ന ഉപാധികൾ രാജ്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നു. ഇത്തരം ഉപാധികളെല്ലാം തന്നെ ആഗോളവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പൊ നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ട വർഷം, അതുപോലെ തന്നെ IMFഉം വേൾഡ് ബാങ്കും രൂപീകരിക്കപ്പെട്ട വർഷം പഠിച്ചു. ബ്രെട്ടൺ വുഡ് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയുമെന്നും മനസ്സിലാക്കി. ഇനി നമുക്ക് പേറ്റന്റ് എന്താന്ന് പറയാന്ന് പറഞ്ഞു. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പേറ്റന്റ്. ഇപ്പൊ നമ്മൾ പുതിയൊരു പേന കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ചു പുതിയതായിട്ട്, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പേറ്റന്റ്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. SCRT നോക്കി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ഡേറ്റും കൂടി വെച്ച് പഠിക്കുക. ഇന്ത്യ അംഗമായ വർഷം അത് പഠിക്കണം. അതിലെ തുടക്കം മുതലുള്ള അംഗമാണെന്ന് നമ്മൾ കണ്ടു.
പിന്നെ നമ്മൾ പറഞ്ഞു ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പഠിക്കണം. പിന്നെ IMFും വേൾഡ് ബാങ്കും രൂപീകരിക്കപ്പെട്ട വർഷം പഠിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ വേൾഡ് ബാങ്കിൻ്റെയും IMFിൻ്റെയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെയും ആസ്ഥാനവും പഠിക്കണം. പിന്നെ പ്രസ്താവന എന്നും പറഞ്ഞ് ഞാൻ അവിടെ ഒരു ഭാഗം പറഞ്ഞായിരുന്നു, അതും ഒന്ന് വൃത്തിയായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്കും SCRT ബേസ്ഡ് ഉള്ള ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി അയച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്